ബൈ നമുക്കേ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം കേട്ടാ. എന്താ ഫുഡ് നോക്കാം. ഗംഭീരമായ കുക്കിങ്ങിലാണ്. നാം നാം ക്യാ ഫുഡ്? कोकोनट नारियल നാരിയൽ नारियल और पैच വെച്ച് നമ്മൾ ആദ്യമായിട്ട് കാണാനുണ്ട്. ഒരു വെറൈറ്റി സംഭവമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ. സവോളയും തേങ്ങയും കൂടിയിട്ട് ഇങ്ങനെ വരട്ടുകൊണ്ട് നിൽക്കണം കേട്ടോ. ഇവിടുന്ന് നല്ലൊരു പച്ചമാങ്ങ കിട്ടാം, ഉപ്പ് കൂട്ടി പടത്തുകൊണ്ട് നിൽക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, വേറെ ഒരു രാജ്യത്ത് പോയ പോലെ അവസ്ഥയാണ്. ഫുള്ള് ഓലം മേഞ്ഞിട്ടുള്ള സെറ്റപ്പ്. എന്നുവെച്ചാൽ 3 മാസമാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കശുമാവൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഇവിടെ ബാറ്റും കാളിക്ക് നടത്തുന്നത്. അപ്പോൾ ഈ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഈ ഷെഡും കാര്യമൊക്കെ പൊളിച്ച് പിന്നെ അടുത്ത കൊല്ലം വീണ്ടും വന്നിട്ടാണ് ഇവിടെ സെറ്റാക്കണം. അതുകൊണ്ട് സംഭവിക്കാൻ ചെയ്യാൻ ഈ വാറ്റും സെറ്റപ്പൊക്കെ നമ്മൾ കണ്ടിട്ട് അധികമൊന്നുമില്ല, നമ്മളെ നാട്ടിലില്ലല്ലോ. പക്ഷേ ഇവിടെ അതിന് ഒറാക്കെന്ന് പറയാം, നമ്മളെ നാട്ടിൽ വാറ്റെന്ന് പറയും. നമുക്കൊന്ന് സംഭവം നോക്കാം. വാ, നമുക്ക് ഇവിടെ നിന്നാണ് തുടങ്ങാം. ഇതിപ്പോൾ ഈ ഫോറസ്റ്റ്, നമ്മളെ ഈ ഫോറസ്റ്റ് ഏരിയ ഒരു ഹൈവേ ആണിട്ടത്. അപ്പം താഴത്ത് കാണാൻ ഇങ്ങനെ ഷെഡുകൾ ഇങ്ങനെ കാണാം ഗോവയിൽ പോകുമ്പോഴേക്കും. ഇതെല്ലാം ഈ വാറ്റുണ്ടാക്കിയ എൻ്റെ ചണ്ടി വേസ്റ്റാണ് കേട്ടോ. ചണ്ടിയാണ് കാണുന്നതല്ല, കശുമാങ്ങയുടെ ചണ്ടി വാറ്റുണ്ടാക്കിയതിൻ്റെ ഒറാക്കുണ്ടാക്കിയതിൻ്റെ ബാലൻസുള്ള സംഭവമാണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കണ മെഷീൻ സംഭവമൊക്കെ ഒന്ന് കണ്ടോക്കാം അല്ലേ. ഇതൊരു ഈ കശുമാങ്ങ എല്ലാം ഇതിൽ കൊണ്ടിട്ടിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാനുള്ള സംഭവങ്ങളാട്ടോ, മെഷീൻസാണ് അതെല്ലാം. ഓരോ സെറ്റപ്പുകളേ നമ്മളെ നാട്ടിൽ, നമ്മൾ സത്യം പറഞ്ഞ് ഇന്ത്യയിൽ തന്നെയാണ് ജീവിക്കണേ, കേരളം. നമ്മളെ നാട്ടിലില്ല, ഇവരുടെ നാട്ടിലൊക്കെ ഉണ്ട് ഈ സംഭവം. അത് കഴിഞ്ഞിട്ട് വേറെ മെഷീൻ ഇവിടെ ഇതിൽ കൊണ്ട് കശുമാങ്ങ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ ചതഞ്ഞരഞ്ഞ് ഈ വഴിക്ക് നീരായിട്ട് വരും. ഈ നീരായി വരുന്ന സാധനം നേരെ വാഷ് കലക്കിങ്ങനെ സെറ്റപ്പില്ലേ, അത് ഇത് കൂടെ ഒലിച്ചങ്ങോട്ട് പോയിട്ടുണ്ട് ഇതിൽ വന്നിങ്ങനെ കിടക്കും. ഇതാണ് വാഷ് സെറ്റപ്പ്. ഈ സാധനമാണ് കോരി എടുത്തിട്ട് അപ്പുറത്തെ ഷെഡുകളിലേക്ക് പോയിട്ട് അവിടെ ഇങ്ങനെ എന്താ പറയുക, ആ കലങ്ങളിൽ ഒഴിച്ചിട്ട് തിളപ്പിക്കുന്നത്. ഇതാണ് വാഷ് കേട്ടോ. നമ്മളവിടെ പറഞ്ഞു കേൾക്കാറില്ലേ, നമ്മളെ നാട്ടിലേക്കും പറഞ്ഞിട്ടില്ലേ, എക്സൈസുകാർ വന്നു 50 ലിറ്റർ വാഷ് 100 ലിറ്റർ വാഷൊക്കെയും ഒഴിച്ച് കളഞ്ഞു, വാറ്റുചാരക്കാരെ പിടിച്ചു നിൽക്കും. ഇവിടുത്തെ ഒറാക്കുന്ന പേരിൽ ഗോവയിൽ സുഖമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെനിയുണ്ട്, ഒറാക്കുണ്ട്. ഫെനി അച്ഛനാണെന്നുണ്ടെങ്കിൽ ഒറാക്ക അമ്മയാണ്. അതാണ് അതിൻ്റെ ഒരു സ്ട്രോങ് നിലവാരം സെറ്റപ്പും കാണുന്നൊക്കെ ആയിട്ട്. എന്തായാലും നമ്മുടെ യാത്രയിൽ ഇങ്ങനെ ഒരു സംരംഭം നമ്മൾ കാണുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചാൽ പറഞ്ഞു വീഡിയോ എടുത്തിട്ട് വേൾഡ് മൊത്തം കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കിങ്ങനെ ഒന്നും സെറ്റപ്പ് നമ്മൾ ആദ്യമായിട്ടുള്ള കാണണം. എന്തായാലും നമുക്ക് ഇവിടുത്തെ സെറ്റപ്പാണ്. ഇത് ഫുൾ ഫോറസ്റ്റിൻ്റെ അകത്താണ്, ഫോറസ്റ്റ് ഏരിയ ആണ്. നമുക്ക് ഇവിടെ സംഭവം നോക്കട്ടാം.